ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഗേൾ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം അതിനായി ഞാൻ ഈ ഒരു ബാഗി പാൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ലൂസാട്ടോ. അതേപോലെ ഈ ഒരു ക്രോപ്പ് ടോപ്പും, ഇത് ക്രോപ്പ് ടോപ്പ് ഈസി ബൈ എന്ന് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കരിവാളിച്ചിരിക്കുന്നു. അതിനൊറ്റൊരു മാർഗ്ഗമുള്ളത് മാറ്റാൻ മാമർത്തിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷ്. അപ്പോൾ ഇത് നല്ലപോലെ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിന് ഏകദേശം 99 രൂപയെ വില വരുന്നുള്ളൂ. നല്ല രസമാണ്. ഇതിന് മണം ഇല്ലെങ്കിലും നല്ലതുപോലെ ഒരു ബ്രൈറ്റ് തരും സ്കിന്നിന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ നെക്ക് ഈ നീ ഭാഗം ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ അണ്ടർ ആംസ് അവിടെയൊക്കെ കറുപ്പുണ്ടെങ്കിൽ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാനൊരു ചലഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ. അപ്പം ഇതൊന്ന് തേച്ചിട്ട് വരുമ്പം എന്ത് ബ്രൈറ്റ്നെസ്സാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ്നെസ് എനിക്ക് തോന്നി. ഇതുവരെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് തിരിച്ച് വെച്ചിരുന്നത്, അതുകൊണ്ട് ലൈറ്റ് കിട്ടിയില്ല ഈ ഒരു സാധനത്തിന്. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ അതേപോലെ നിങ്ങൾ എൻ്റെ ഈ ഡാർക്ക്നെസ്സിൻ്റെ ചലഞ്ചിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോരാ. നമുക്കൊരു സാധനം ചെയ്യാം, ഡെംഡോക്കിൻ്റെ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ പെയർ ചെയ്ത് വന്നു. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പാൻറ്റ് ഉടുപ്പും. അപ്പം ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. മുടി കെട്ടണം. അപ്പം ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഹെയർ സ്റ്റൈലാണ്. ആ ഹെയർ സ്റ്റൈലൊന്ന് കെട്ടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. വേറെ ഹെയർ സ്റ്റൈൽ കെട്ടേണ്ടി വന്നു. അപ്പം ഇത് ഞാൻ മുടി ഒന്ന് ചീപ്പി കൊടുക്കുകയാണ്. മുടി ചീപ്പി കൊടുത്തിട്ട് മുടി ചീപ്പ് ഇടയ്ക്ക് ഇത് കയറി വന്നതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. ചട കളയാനാണ് കേട്ടോ ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ നൈസായിട്ട് ബാക്കിലേക്ക് മുടി ഏരി എടുക്കുകയാണ്. ഇച്ചിരി നെറ്റി കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി മുടി ഞാൻ കയറിയിരുന്നപ്പോൾ ഇല്ല മുട്ടയുടെ ലുക്ക് ഞാൻ മുടി ചെയ്യിപ്പിയപ്പം അപ്പോൾ ഇച്ചിരി സെഡായി, എന്നാലും ഓക്കെ, കുഴപ്പമില്ല. മുടി പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് ബേബി ഹെയർസ് പിടിച്ചിടാം എന്ന് വിചാരിച്ച് ഞാൻ മുടി കെട്ടി ബാക്കിലേക്ക് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് ഇച്ചിരി മുടി അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടു. അതാണ് ഈ ഹെയർ സ്റ്റൈൽ. അപ്പം ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമഡോക്കിൻ്റെ ഗോജിക് ആസിഡ് എന്ന് പറയുന്ന നൈറ്റ് ക്രീം ഉണ്ടോ, ഒരു നൈറ്റ് ക്രീം, അത് തേച്ച് നമ്മളൊരു 1 വീക്ക് ചലഞ്ച് ചെയ്യാൻ പോവാണ്. വ്യത്യാസം വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു ചലഞ്ച് അങ്ങനെ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഒട്ടും വിചാരിച്ചില്ല, മീൻസ് വേറെ ആൾക്കാർക്ക് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും അച്ചീവ്മെൻറ്റ്സ്, ബട്ട് ഫോർ മീ 83 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയല്ലോ. കാരണം 30 പേരും എൻ്റെ വീട്ടുകാരാണ്. ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ജസ്റ്റ് നിങ്ങൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതേപോലെ മാക്സിമം ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അപ്പം ഇപ്പം 3ാമത് തവണ കണ്ട ഞാൻ മുടി കെട്ടിയത്. ഒത്തിരി തവണ ചെയ്തിട്ടും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മുടിയൊന്ന് ചീപ്പി ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ റിംഗ് ലൈറ്റ് വേറെ എവിടെ ഉണ്ടാക്കിയാണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ പക്ഷേ ഓക്കെ ആയായിരുന്നു, പക്ഷെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി എൻ്റെ കൈയുടെ ഈ ഭാഗത്തുള്ള കറുപ്പ്, ഈ ഭാഗത്തുള്ള അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ആലോചിക്കും ഈ മോന്ത എന്താണ് കറുത്ത. ഇപ്പോൾ നേരത്തെ ഒരു ഉടുപ്പ് ഞാൻ കാണിച്ചിരുന്നു, ഈ ഒരു കറുത്ത ഉടുപ്പ് അമ്മ ഇടാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഉടുപ്പ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം ഞാൻ ആ ഉടുപ്പിടും. അതാണ് ക്ലൈമാക്സ്. ഇപ്പോൾ ഞാൻ ഇതിടാന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് സമാധാനിപ്പിച്ച് ഞാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്, അതാണ് ഞാൻ കൈയൊക്കെ കൊട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ മുടി മൊത്തം ബാക്കിലോട്ട് പിടിച്ചങ്ങ് ഇട്ടിട്ടോ. അപ്പം അപ്പോഴത്തേക്ക് അന്ന വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു ഹായ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ലുഡു അമ്മച്ചി ലുക്കിലൊക്കെ നിന്നേ, പക്ഷെ എന്നാലും ഹായ് തന്നു. മേക്കപ്പ് ചെയ്തിട്ട് വരും എടുത്തിട്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് ആർട്ട് എടുത്തു. ഞങ്ങൾ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം അത്രയും ഞാൻ ക്യാരി ചെയ്ത ഒരു പാട്ട്, 2 പാട്ട് കൊണ്ടുവന്നു. അതിനകത്ത് ഒരെണ്ണം ഫുള്ള് കമ്മൽ സെറ്റാണ്, ഇന്ന് വാങ്ങിയതാണ്. വേറൊരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഇടുന്നത് ഡവിൻ്റെ ബോഡി ക്രീം തന്നെയാണ്. പക്ഷേ ഞാനത് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യും. മുഖവും കഴുത്തൊക്കെ ഒരു ബോഡിയുടെ പാർട്ടല്ലേ, മീൻസ് ഒരു സംഭവമല്ലേ. നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കഴുത്തിലിട്ട്, എനിക്ക് നല്ല കറുപ്പുണ്ടായിരുന്നു കഴുത്തിൽ. നാൽപ്പാമരാതി എണ്ണ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നാൽപ്പാമരാതി എണ്ണ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡെർമഡോക്കിൻ്റെ അത്. മീൻസ് 2 ഒരുമിച്ച് ചെയ്യുകയാണ് ഞാൻ കേട്ടോ. അപ്പം ഇനി മുടി വേറെ ഹെയർ സ്റ്റൈൽ ഞാൻ വലിയ കാര്യത്തിൽ കെട്ടിയിട്ടുണ്ട്, പക്ഷേ അത് തേഞ്ഞു. ഇനി കാണിക്കാൻ പോകുന്നത് സൺസ്ക്രീനാണ്. നോക്കിയപ്പോൾ അതെല്ലാം ഒടിഞ്ഞ് താഴെ എൻ്റെ തലയിലോട്ട് വന്നു കേട്ടോ. ഇതിനടുത്ത് പിന്നെ ഞാൻ മാറ്റി. ഇത് ലാക്മേയുടെ ആണ്. ഇത് 110 രൂപയാണ് ഈ സൺസ്ക്രീന്. അപ്പം
ഈ സൺസ്ക്രീൻ ഞാൻ 3 ഫിംഗർ റൂള് വെച്ചിട്ട് ഞാൻ തേക്കും. ഇച്ചിരി വലിയ വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല, എന്നാലും ചെറിയൊരു വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ട്. ബട്ട് അത് അബ്സോർബ് ആവും, നല്ലൊരു പ്രൊട്ടക്ഷൻ തരും കേട്ടോ. പക്ഷേ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് രാത്രിയാണ്. എന്തിനാ രാത്രി സൺസ്ക്രീൻ നൈറ്റ് ക്രീം ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഇത് ചെയ്യാനാ. ആദ്യമേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ട്, പക്ഷേ ജസ്റ്റ് അത് അബ്സോർബ് ആവും. പിന്നീട് ക്യാമറയിൽ നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ കണ്ണാടി നോക്കുമ്പോൾ വേറെ. അപ്പോൾ ഞാൻ കാണിക്കും ഒരു ഗോഷ്ടി കേട്ടോ. ക്യാമറയിൽ ഓക്കെയാണ്, ബട്ട് കണ്ണാടിയിൽ പോരാ. അപ്പോൾ ഞാൻ മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി വന്നത് എക്സസ് വന്നത് തുടച്ചും കളഞ്ഞു. പക്ഷെ നല്ല സൺസ്ക്രീനാണ്. ക്യാമറയിൽ നോക്കുമ്പോൾ സെറ്റാണ്. പിന്നെ നമുക്ക് ഐബ്രോസ് എഴുതാം. ഞാൻ വലിയ കത്തി ഐബ്രോസൊക്കെ എഴുതാൻ തന്നെ ഇടയ്ക്ക് വീണ്ടും ഞാൻ ഡാർക്കാക്കി കേട്ടോ. അതിൽ കൊച്ചുങ്ങൾക്ക് പിരികം വരച്ചതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടച്ച് കളഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ എൻ്റെ കഴുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്, ഇച്ചിരിയേ ഉള്ളൂ. അത് കളയണം. കണ്ണാടി നോക്കുമ്പോൾ നല്ലതാണ്, ഫോണിൽ നോക്കുമ്പോൾ നല്ലതാണ്, കണ്ണാടി നോക്കുമ്പോൾ അസല അമ്മച്ചി. അതാണ് ഞാൻ ഇടയ്ക്ക് കണ്ണാടിയിലും കൂടി നടക്കുന്നത്. നേരെ നോക്കുന്നത് കണ്ണാടി ഉള്ളതുകൊണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു 5-in-1 എത്ര 1 ലിപ്സ്റ്റിക്കാണ്. അതിലൊരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്. ആ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ബ്ലഷും ഈ താടിയിലും മൂക്കിലും നെറ്റിയിലും അവിടെയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അശോക ട്രെൻഡൊക്കെ കാണിക്കുന്നുണ്ട്, എന്തിനാണ് എന്തോ. ഓക്കെ, എന്നിട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ച് കണ്ണിൽ എഴുതിയില്ലല്ലോ, പിന്നെ ഞാൻ കണ്ണിൽ എഴുതി കൊടുത്തു. കണ്ണ് ഞാൻ പിന്നെ ഇച്ചിരി ബ്ലെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. ഒരു കണ്ണ് മാത്രം നല്ലതുകൊണ്ടായി, മറ്റേ കണ്ണിലായില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ണെഴുത്താണല്ലോ, മെയിൻലി കണ്ണെഴുത്ത്. ഞാൻ കണ്ണിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ണ് എഴുതാൻ പോവാണ്. ഇതാണ്ടേ കണ്ണ് ഞാൻ നേരെ വെച്ചല്ല എഴുതി, കാരണം നേരെ നോക്കി എഴുതി കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം കണ്ണ് നമ്മൾ എഴുതി. ഇനി മസ്കാരയാണ്. ഞാൻ ബ്ലൂ ഹെയറിൻ്റെ മസ്കാര വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരെ നോക്കി ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറും, അതുകൊണ്ടാട്ടോ. പിന്നെ ഐലൈനർ എഴുതിയത് ഡാസ്ലറിൻ്റെയാണ്. ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് അറിയത്തില്ല, മമ്മി ഓർഡർ ചെയ്തതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഈ മസ്കാര എഴുതുമ്പോൾ നിങ്ങളുടെ വായി മൂക്കൊക്കെ മാന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട് പ്ലീസ് കമൻറ്റ്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ ഊക്കൽ നിർത്തുക. അതിപ്പം ഞാൻ കറക്റ്റ് മനസ്സിൽ ആലോചിച്ച സാധനമാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈമിൽ ഞാൻ ആലോചിച്ച സാധനം. അങ്ങോട്ട് കമ്മലിടുന്ന സമയം, കമ്മലല്ല നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ കണ്ണിൻ്റെ അടി കാജൽ എഴുതി കേട്ടോ. ഇത് പിന്നെ ഡാസ്ലറിൻ്റെയാണ്. ഏകദേശം 400 രൂപയോളം റേറ്റ് വരുന്നൊരു സാധനമാണ്. നല്ല ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ന്യൂഡുമാണ്, എന്നാൽ ഇച്ചിരി കളറും ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് ഞാൻ എന്നൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് മുടി പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇടുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ ഇനി നമുക്ക് പൊട്ടിടാന്ന് പറഞ്ഞ് നേരെ വരും, പക്ഷേ സൈഡിലോട്ട് പോയി ഞാൻ പൊട്ടിട്ടിട്ട് നേരെ വരും. ഗുഡല്ലേ, നല്ല രസം കുഞ്ഞ് പൊട്ടി, നല്ല വൃത്തിക്ക് പൊട്ടിടണം. അത് ഇച്ചിരി എനിക്കുള്ളതാണ്. ഞാൻ പിന്നെ ചുണ്ടൊക്കെ കാണിച്ച് ഇച്ചിരി അഭിനയിക്കും, ഷോ ഓഫാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം പിന്നെ ഇനി മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ മുടി ചീപ്പാൻ പോവാം. നോക്കിയപ്പോൾ അസൽ കാളിയമ്മ ആയിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ കണ്ട് പേടിച്ചു കേട്ടോ. പിന്നെ പോണിറ്റെയിൽ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിലേക്ക് മുടി ചീപ്പിയിട്ട് ഞാൻ ആദ്യമേ സൈഡ് പഫ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ബാക്കിലേക്ക് ഈതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബണ്ണിട്ട് കൊടുക്കണം ആയിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ബണ്ണിട്ടില്ല, സെക്കൻഡാണ് ബണ്ണിട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബേബി ഹെയർസ് മൊത്തം ഞാൻ തള്ളി പിടിച്ച് പുറത്തിട്ടു. പക്ഷേ പോയ കൊല ഇതും, വന്ന കൊലം വേറെ കാരണമാണ്. മുടിയുടെ കൊലവ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ബണ്ണിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ കൊടുത്തപ്പോഴത്തേക്കും വേറെ എന്തോ ഒരു ഇതുപോലെ ആയി. ആദ്യമേ ഓക്കെ പറഞ്ഞു ഞാനെങ്കിലും സെക്കൻഡ് ആയപ്പോൾ എനിക്കത്ര മതിപ്പില്ല, കാരണം ഉള്ള ഫ്രണ്ടിലത്തെ മുടി മൊത്തം ബാക്കിലോട്ട് വന്നു, അങ്ങനെ ഒരു ഇത് പോയി. പിന്നെ ഞാൻ ബണ്ണിട്ട് കൊടുത്തു, എന്നിട്ട് ഞാൻ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളിനി കമ്മൽ, മാല, പൊട്ട് എല്ലാം വെച്ച് കമ്മൽ മാലയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കമ്മൽ തപ്പുന്നൊരു പരിപാടിയിലേക്കായിരുന്നു. ആദ്യമേ മാല തന്നെ എടുത്തു കേട്ടോ. മാല എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ ഒരു മാലയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മൽ കോർത്തിരുന്നു, ബട്ടർഫ്ലൈയുടെ മാല, ബ്ലാക്ക് സംഭവം, അത് ഞാൻ ഇട്ട് കൊടുത്ത്. സെറ്റ് സാധനം കേട്ടോ അത്. അതിൻ്റെ വളയുണ്ട്, അതും പെവറാം. 40 രൂപയായിരുന്നു വളയ്ക്കും, 40 രൂപ മാലയ്ക്കുമായിരുന്നു, 40 രൂപയായിരുന്നു. ഈ കമ്മൽ പറ്റത്തില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വലിയൊരു കമ്മൽ
വലിയൊരു ഉണ്ട കമ്മലിയായിട്ട്. ഇപ്പോൾ ഒത്തിരി കമ്മലുണ്ട് ഗൈസ് എനിക്ക്, പാട്ട നിറച്ച് കമ്മല, എന്തിനാണ് എന്തോ. ഓക്കെ, അപ്പം ഈ കമ്മൽ ഇട്ടിട്ട് പിന്നെ ടൈഗറിൻ്റെ സെറ്റുമാണുള്ള ഫുള്ള് വൈറ്റാണ് എടുത്തത്, വൈറ്റും ബ്ലാക്കും ആയിട്ട്. അങ്ങനെ ഞാൻ വൈറ്റ് ഇതാക്കി അങ്ങ് ഇട്ട് കൊടുത്തു, ഇത് ദേഹത്തൊക്കെ അടിച്ചു കൊടുത്തു. ഇനി അവസാനത്ത് നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ ഞെട്ടും, ഞാൻ ഇട്ട ഉടുപ്പ് കണ്ട. എന്നെ എല്ലാവരും കളിയാക്കി അമ്മൂമ്മയുടെ റോക്കർ ഇട്ടുകൊണ്ട് പോകണമെന്ന്. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കി സമാധാനിച്ചു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ അപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കനിൽ നിൽക്കൂ, ടിങ് ടിങ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ. ഈ 2 ഫോട്ടോസാണ് ഞാൻ ഇട്ട ഉടുപ്പ്.